Good morning, everyone. Welcome back to the channel. Today, we are taking an Indian author, Girish Karnad, and his well known work, Hayvatana. While looking to his works, it would be much clear that he was very much influenced by folklore, Indian mythology, and Indian culture. From his debut work, Yayadi, readers can possibly locate his interest in Indian mythology. From his debut work, which is Yayadi, one can possibly locate his interest in mythological frameworks. As I said before, യയാതിയിൽ പറയുന്നത് സ്വന്തം യൗവനം പിതാവിന് കൊടുക്കുകയും പിതാവിൻ്റെ വാർദ്ധക്യം സ്വീകരിക്കേണ്ടിയും വരുന്ന ഒരു പുത്രൻ്റെ കഥയാണ്. നമ്മൾക്കിത് ആൽഫ്രഡ് ലോർഡ് ടെനിസൺ ആണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ടിത്തോണസ് എന്ന് പറയുന്ന വർക്കുമായിട്ട് കൈൻഡ് ഓഫ് സിമിലാരിറ്റി നമുക്ക് എവിടേക്കോ തോന്നും. ആൻഡ് വാട്ട് കർണാഡ് ഹാഡ് ഡൺ is that he used this folklore or this mythological elements. He used this from a modernist point of view. He took this Yayadi and he interpreted in a very modernist sense. And he was very majorly influenced by the works of Bertolt Brecht, Harold Pinter, Steinberg and many other writers. And for past several decades, he had been at the center of Kannada theatre, using history and mythology to express urban truths. Even once, K. Sachidanandan had vocalized that Karnad was born to Konkani, nurtured in Kannada, schooled in English, cultivated in Marathi and Hindi. കർണാടിൻ്റെ മരണശേഷം കെ സച്ചിദാനന്ദൻ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു, ഗിരീഷ് കർണാട് പ്രിയമുള്ള ഓർമ്മകൾ എന്ന പേരിൽ. ഇതിൻ്റെ അവസാന വരികളിൽ അദ്ദേഹം എഴുതുന്നുണ്ട്, ഇന്ത്യൻ നാടകവേദിയിലെ ഒരു വലിയ വഴിത്തിരിവിൻ്റെ പ്രാരംഭകൻ എന്ന നിലയിലും പാരമ്പര്യത്തെയും ആധുനികതയെയും മിത്തിനെയും ചരിത്രത്തെയും നാടോടി പൈതൃകത്തെയും ക്ലാസിക്കൽ പഴമയെയും സർഗാത്മകമായി സമന്വയിപ്പിച്ച കലാകാരൻ എന്ന നിലയിലും അദ്ദേഹം ഏറെക്കാലം ഓർമ്മിക്കപ്പെടും എന്ന്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ ഞാനിത് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. തീർച്ചയായും കർണാട് ഒരിക്കലും ഒരു റൈറ്റർ മാത്രമായിരുന്നില്ല, ഒരു എഴുത്തുകാരൻ മാത്രമായിരുന്നില്ല. അദ്ദേഹം ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റും അതേപോലെ നല്ലൊരു നടനും കൂടിയായിരുന്നു. ഈവൻ സ്മിത പാട്ടീലിൻ്റെ കൂടെ അദ്ദേഹം സുബ എന്ന് പറയുന്നൊരു ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് 80കളിൽ ഇറങ്ങിയൊരു സിനിമയായിരുന്നു. ബട്ട് ഹി വാസ് ആൻ ആക്ടർ ടു. ഇനി നമ്മൾ ഹൈവദനയിലെ ആക്ട് 1 കടക്കാണ്. നമ്മൾക്ക് ആദ്യം തന്നെ കാണാൻ കഴിയുന്നത് ഒരു ചെയറാണ്. എ ചെയർ ഈസ് കെപ്റ്റ് ഇൻ ദ സെൻറ്റർ ഓഫ് ദ സ്റ്റേജ്. സ്റ്റേജിന് നടുവിലൊരു ചെയർ കൊണ്ടുവന്ന് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. എ സ്റ്റാച്യു ഓഫ് ഗണേശ ഇസ് ബ്രോട്ട് ഓൺ ദി സ്റ്റേജ് പ്രേസിംഗ് സോങ്സ് ആൻഡ് ആഫ്റ്റർ ഓൾ ദാറ്റ് ഇറ്റ് ഈസ് ബീങ് ടേക്കൺ എവേ. ഓക്കെ, അതായത് നമ്മൾക്ക് ഏറ്റവും ആദ്യം ഒരു ചെയർ കാണാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം ഗണേശയുടെ ഒരു പ്രതിമ സ്റ്റേജിൻ്റെ നടുവിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നതും കാണാം. പിന്നീട് പ്രേസ് ചെയ്തിട്ട് ഒരുപാട് പാട്ടുകൾ, പുകഴ്ത്തി പാടുന്ന പാട്ടുകൾ, അത് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ ശേഷം ഇതെല്ലാം സ്റ്റേജിൽ നിന്ന് എടുത്തുകൊണ്ട് പോവുകയുണ്ട്. അപ്പോൾ പാടുന്നത് ഇങ്ങനെയാണ്: ഓ എലിഫന്റ് ഹെഡഡ് ഹെറംബ വോസ് ഫ്ലാഗ് സിംബലൈസസ് വിക്ടറി, ഓ ഹസ്ബൻഡ് ഓഫ് റിധി ആൻഡ് സിദ്ധി, ഡിസ്ട്രോയർ ഓഫ് ഇൻകംപ്ലീറ്റ്നെസ്. ഇതിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യൻ വിശ്വാസത്തെ വളരെയധികം പോർട്രേ ചെയ്യുന്നുണ്ട് കർണാട്. കാരണം നമ്മൾക്കറിയാം, നമ്മുടെ ഒരു കൾച്ചറൽ ബിലീഫ് ആയിക്കോട്ടെ, നമ്മുടെ ഒരു വിശ്വാസമാണ് എന്ത് നല്ല കാര്യം ചെയ്യുന്നതിന് മുൻപും ഗണപതിയെ സ്മരിക്കുക എന്നുള്ളത്, അല്ലേ? വിഘ്നേശ്വരനെ സ്മരിക്കുക. വിഘ്നേശ്വരനെ എന്തുകൊണ്ട് സ്മരിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വിഘ്നങ്ങളും മാറ്റി നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വിഘ്നേശ്വരനെ സ്മരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഐമി ഇസ് ദ കാരണം വിഘ്നങ്ങളെല്ലാം മാറ്റിത്തരാൻ വേണ്ടി ഒരു കാര്യം അതിൻ്റെ എല്ലാ പൂർണ്ണാവസ്ഥയിലും കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആരെ? വിഘ്നേശ്വരനെ. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം പോലും ഇൻപെർഫെക്റ്റ്നെസ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ്നെസ്സിൻ്റെ ഒരു ഭാവമാണ്. ഇവിടെ ഭാഗവത ഈസ് ആക്ച്വലി ദി നറേറ്റർ ഓഫ് ദിസ് സ്റ്റോറി. ഓക്കെ, ഭാഗവതയാണ് നമ്മൾക്ക് പത്മിനിയുടെയും ദേവദത്തയുടെയും കപിലയുടെയും കഥ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ ഭാഗവതയിൽ നിന്നാണ് അറിയുന്നത് ഈ കഥ. അപ്പോൾ ഭാഗവത പറയുന്നുണ്ട് വന്നിട്ട്,
You have elephant's head. Look at you. You give the impression of incompleteness and imperfection. One cannot really unravel the mystery that you are Kridunda, master of success in perfection. ഈ മുമ്പ് പറഞ്ഞ കാര്യം തന്നെ. അപ്പോൾ ഇന്ത്യൻ മിത്തോളജിയിലെ ഈ വ്യത്യാസങ്ങളും വിരോധാഭാസങ്ങളും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. Now we are moving to the plot and analysis of ഹൈവദന. ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ധർമ്മപുര എന്ന് പറയുന്നൊരു ലാൻഡാണ്, ആൻഡ് വിച്ച് ഈസ് റൂൾഡ് ബൈ കിങ് ധർമ്മശീല. ഈ ധർമ്മപുരയിലാണ് കപിലയും ദേവദത്തയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ട് ജീവിച്ചു പോരുന്നത്. ദേവദത്ത വളരെ ഹാൻസം ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്, ആൻഡ് സൺ ഓഫ് വിദ്യാസാഗർ, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഇൻഡിവിജ്വലാണ് അദ്ദേഹം. And Kabila is the son of ironsmith Lohita. Okay. And ദേവദത്തയുടെ ഇൻ്റലിജൻസ് അത് വളരെയധികം പ്രശസ്തി പിടിച്ചു പറ്റിയിട്ടുള്ളൊരു കാര്യമാണ്, ഒരു ട്രീറ്റാണ് ദേവദത്തയുടെ. ദാറ്റ് ഇസ് ഇൻ്റലിജൻറ്റ്. ഇവരുടെ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പ് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ പുരാണങ്ങളിൽ ലവാകുശ, അതേപോലെ രാമൻ, ലക്ഷ്മൺ, ഈവൻ ബലരാമ ആൻഡ് കൃഷ്ണ, ഇവരുടെ അത്രത്തോളം തന്നെ സ്നേഹവും സാഹോദര്യവും നിലനിർത്തി പോന്നിട്ടുള്ള രണ്ട് സുഹൃത്തുക്കളായിട്ടാണ് ദേവദത്തയും കപിലയും ഇതിൽ പോർട്രേ ചെയ്യുന്നത്. വൺ മൈൻഡ് ആൻഡ് വൺ ഹാർട്ട്, ഇങ്ങനെയാണ് അവരെ അഭിസംബോധന ചെയ്യുന്നത് തന്നെ. ഇപ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് സ്റ്റേജാണ്, ആൻഡ് ഇവിടേക്ക് ആക്ടർ നമ്പർ 1 വരാണ്. ആൻഡ് ആൾ പറയുന്നത് നമുക്ക് കേൾക്കാം. എ ഹോഴ്സ് ആൻഡ് ഇറ്റ് വാസ് ടോക്കിംഗ്. വളരെ സർപ്രൈസ്ഡ് ആയിട്ട് പറയുന്നതാണ്. ഒരു കുതിര അവിടെ വന്ന് നിൽക്കുന്നുണ്ട്, ആൻഡ് ഇറ്റ് വാസ് ടോക്കിംഗ്. അതിന് സംസാരിക്കാനുള്ള കഴിവുണ്ട്. ആൻഡ് ഭാഗവതയും കുതിരയും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട്. ആൻഡ് ഹൂസ് ദിസ് പേഴ്സൺ? ഭാഗവത ആരാണ്? ഇൻ ഹിന്ദുസം ഭാഗവത ഇസ് എ വർഷിപ്പർ ഓർ ഡിവോട്ടി എന്ന് പറയാം. ആൻഡ് ഈ പെർട്ടിക്കുലർ നാടകത്തിൽ ഭാഗവതയുടെ റോൾ എന്ന് പറയുന്നത് ഹി സെർവ്സ് ആസ് എ നരേറ്റർ. ഇദ്ദേഹമാണ് കഥ നരേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇനി കേൾക്കാൻ പോകുന്ന കപിലയുടെയും ദേവദത്തയുടെയും ഇല്ലെങ്കിൽ പത്മിനിയുടെയും കഥ, ഇവരുടെ കഥ നമ്മൾക്ക് നരേറ്റ് ചെയ്ത് തരുന്ന കർത്തവ്യം ചെയ്യുന്നത് ഭാഗവതയാണ്. ഇത് ഇദ്ദേഹത്തിൻ്റെ നരേഷനിലൂടെയാണ് വായനക്കാരിലേക്ക് എത്തുന്നത്. ഓക്കെ. ഇനി ഇദ്ദേഹം കുതിരേനെ കണ്ടിട്ട് പറയുന്നുണ്ട്, ലൈക്ക് ടേക്ക് ഓഫ് യുവർ സ്റ്റുപ്പിഡ് മാസ്ക്. നീ നിന്റെ മുഖത്തുള്ള മാസ്ക് മാറ്റും. ആൻഡ് റിവീൽസ് ഹു ആർ യു, ആരാണ് നീ, അതൊന്ന് റിവീൽ ചെയ്യൂ. പക്ഷെ പിന്നെ ഭാഗവതയ്ക്ക് സ്വയം മനസ്സിലാവാണ് ഇത് മാസ്ക് അല്ല, ഇത് ശരിക്കും ഇങ്ങനെ തന്നെയാണ്. ഇത് കുതിരയുടെ മാസ്ക് കെട്ടി വേഷം കെട്ടി വന്നിരിക്കുന്നതല്ല. ദിസ് എനിമൽ ആക്ച്വലി ഇറ്റ് ഈസ് എ ഹോഴ്സ്. ഇനി ഗിരീഷ് കർണാട് സംസാരിക്കുന്ന ഒരു കുതിരേനെ പ്രസൻറ്റ് ചെയ്തത് എന്തുകൊണ്ടായിരിക്കാം? നമ്മൾക്ക് പല കാരണങ്ങളും ഇതിന് കണ്ടെത്താം. ലൈക്ക് കഥ മുന്നോട്ട് പോകും തോറും നമുക്കതിൻ്റെ ഒരുപാട് റീസൺസിലേക്ക് എത്താൻ കഴിയും. ബട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ പുരാണങ്ങളിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒരു വളരെ യുണീക്കായിട്ടുള്ളൊരു കാര്യമാണ്. മനുഷ്യനെന്നോ മൃഗമെന്നോ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ലാതെയാണ് പുരാണങ്ങളിൽ പലപ്പോഴും നമ്മൾ കണ്ടുപോന്നിരിക്കുന്നത്. ഇപ്പോൾ സുഗ്രീവൻ, ബാല, അല്ലെങ്കിൽ ജഡായു, കൃഷ്ണൻ്റെ കൂർമാവതാരം, നരസിംഹം, ഇത്തരം കഥാപാത്രങ്ങളൊക്കെയും തന്നെയും നമ്മൾക്ക് മുന്നിൽ വെക്കുന്നത് മനുഷ്യനോ മൃഗോ എന്തോ ആയിക്കോട്ടെ ഈക്വലായിട്ടുള്ള റെസ്പെക്റ്റും ഈക്വലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. ഇമോഷണലി വളരെയധികം റെസ്പെക്റ്റോടു കൂടിയാണ് നമ്മൾ ഇത്തരം കഥാപാത്രങ്ങളെ കണ്ടുപോന്നിട്ടുള്ളത്. അപ്പോൾ അത്തരമുള്ളൊരു ജനതയുടെ മുന്നിൽ, അത്തരം വായനക്കാരുടെ മുന്നിലേക്ക് ഗിരീഷ് കർണാട് സംസാരിക്കുന്ന ഒരു കുതിരയെ കൊണ്ടുവരാൻ യാതൊരു തരത്തിലും ഭയപ്പെടുന്നില്ല. അത് തങ്ങളുടെ കൾച്ചറിൽ വരുന്ന ഭാഗമാണ്, അല്ലെങ്കിൽ തങ്ങളുടെ മിത്തിൽ വരുന്നൊരു ഭാഗമാണ്. നമ്മളുടെ പുരാണങ്ങളിലൂടെ നമ്മൾക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് ഗിരീഷ് കർണാട് പ്രസൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വായനക്കാരന് ഇത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന സർപ്രൈസ് ആയിട്ടുള്ളൊരു എലമെൻറ്റ് അത്, അല്ലെങ്കിൽ അരോചകത്വം ആദ്യം ഒരു നിമിഷത്തേക്കെങ്കിലും തോന്നാമെങ്കിലും പിന്നീട് നമ്മൾ അതിനോട് പൊരുത്തപ്പെടും എന്ന് ഗിരീഷ് കർണാടിന് അറിയാം. ഭാഗവത
തുടർന്ന് ചോദിക്കുന്നുണ്ട്, ലൈക്ക് ആരാണ് നിന്നെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത്? ആരാണ് നിന്നെ ശപിച്ചത്? അല്ലെങ്കിൽ നീ ഏതെങ്കിലും ഒരു മാന്യമായി ജീവിക്കുന്ന ഒരു സ്ത്രീയെ ഇൻസൾട്ട് ചെയ്തു ഇത്തരം ഒരു ശാപം നിന്റെ തലയിൽ പേറാൻ വേണ്ടിയിട്ട് നീ എന്ത് തെറ്റാണ് ചെയ്തത്? എന്ത് കുറ്റമാണ് നീ ചെയ്തത്? അപ്പോൾ ഹൈവദന പറയുന്നുണ്ട്, റിപ്ലൈ കൊടുക്കുന്നുണ്ട്, ഐ ഹാവൻറ്റ് റോങ്ഡ് എനിവൺ. ഞാൻ ആരോടും തെറ്റ് ചെയ്തിട്ടില്ല. ബട്ട് നോ വൺ ക്യാൻ ഹെൽപ്പ് മീ. ദിസ് ഇസ് മൈ ഡെസ്റ്റിനി ആൻഡ് ഐ എം ബോൺ വിത്ത് ഇറ്റ്. ഇതിൽ നിന്ന് എനിക്കൊരു മുക്തിയില്ല. ഞാൻ ഇതുകൊണ്ട് തന്നെ ജീവിക്കണം. ഇനി ഉള്ള എത്രയോ കാലങ്ങൾ ഇത് മൂലം തന്നെ ഞാൻ ജീവിച്ച് തീർക്കണം. ഇനി ഹൈവദന അവൻ്റെ സ്വന്തം ജീവിതം പറയാൻ പോവാണ്. ഹൈവദന എന്ന് പറയുന്ന കുതിര എങ്ങനെയായി തൻ്റെ ജീവിതം എന്തായിരുന്നു എന്ന് പറയാൻ പോകണം. അതിനു മുൻപ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൻ്റെ ടൈറ്റിൽ എന്താണ്? ഹൈവദനയാണ്. നമ്മളിനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ക്യാരക്ടേഴ്സ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാൻ കിടക്കുന്നുണ്ട്. അവരുടെ കഥ നമ്മൾക്ക് കേൾക്കാൻ ഇനിയുണ്ട് ബാക്കി. ആ 3 പേരും ഈ ടൈറ്റിലും തമ്മിലുള്ള എന്ത് തരത്തിലാണ് റെഫറൻസ് വരുന്നത്, അല്ലെങ്കിൽ എന്ത് തരത്തിലാണ് നമ്മൾക്ക് കണക്ട് ചെയ്യാൻ കഴിയുക, ഇതൊക്കെയും തന്നെ ചിന്തിച്ച് വെക്കുക. കാരണം നമ്മൾക്കിനി കഥ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതിലേക്കുള്ള കണക്ഷൻ കിട്ടും. ഓക്കെ, അങ്ങനെ ഹൈവദന തൻ്റെ ജീവിതം പറഞ്ഞു തുടങ്ങാണ്. മൈ മദർ വാസ് ദ പ്രിൻസസ് ഓഫ് കർണാടക. എൻ്റെ അമ്മ ഒരു രാജകുമാരിയായിരുന്നു. ആൻഡ് സ്വയംവരം കഴിക്കേണ്ട പ്രായത്തിൽ അവർ കല്യാണം കഴിച്ചത്, അവരുടെ വിവാഹം നടന്നത് ഒരു കുതിരയായിട്ടാണ്. അതായത് തൻ്റെ അമ്മേനെ കല്യാണം കഴിക്കാൻ മോഹിച്ച് അറേബ്യയിൽ നിന്ന് രാജകുമാരൻ വരാണ്. പക്ഷേ എൻ്റെ അമ്മ സ്വീകരിച്ചത് അറേബ്യയിൽ നിന്ന് വന്ന ഈ രാജകുമാരൻ്റെ കുതിരേനെയാണ്. വെളുത്ത നിറമുള്ള കുതിരേനെയാണ് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമായത്. പക്ഷെ 15 വർഷങ്ങൾക്ക് ശേഷം, ആഫ്റ്റർ 15 years, this horse got disappeared and turned to a ഗന്ധർവ. അപ്പോഴാണ് അറിയുന്നത് ഗോഡ് കുബേര കേഴ്സ് ചെയ്തിട്ടാണ് ഈ ഒരു തലത്തിലേക്ക് മാറിപ്പോയത് എന്ന്. അങ്ങനെ കുതിരയായിരുന്ന ഗന്ധർവന് തിരികെ ഗന്ധർവ രൂപം കിട്ടാണ്. അത് ലഭിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ഭാര്യയായ ഈ രാജകുമാരിയോട് തന്നെ അക്കോമ്പനി ചെയ്യാൻ പറയാണ്, ഹെവനിലേക്ക്, സ്വർഗത്തിലേക്ക് തൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാണ്. പക്ഷെ രാജകുമാരി അതിനൊട്ടും സമ്മതം അറിയിക്കുന്നില്ല. കാരണം താൻ കല്യാണം കഴിച്ചത്, താൻ മോഹിച്ചത് ആ വെളുത്ത നിറമുള്ള കുതിരേനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് അതല്ല, ഒരു ഗന്ധർവനാണ്. അപ്പോൾ തനിക്ക് അക്കോമ്പനി ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ്. ഈ ഒരു കാര്യം കൊണ്ട് ശപിക്കുകയാണ് ഗന്ധർവൻ, തൻ്റെ അമ്മേനെ ശപിക്കുകയാണ്. അതായത് നീ ഒരു കുതിരയായി മാറട്ടെ എന്ന്. ഹൈവദന തുടർന്ന് പറയുന്നുണ്ട്, ഞാൻ ഇതെൻ്റെ ഡെസ്റ്റിനിയാണെന്ന് കണ്ട് ഞാനിത് സ്വീകരിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. പക്ഷേ എന്നെക്കൊണ്ട് കഴിയുന്നില്ല. I studied civics, politics, patriotism, nationalism, in everything possible. പക്ഷേ എൻ്റെ സൊസൈറ്റി എവിടെയാണ്, ഞാൻ ഏത് സമൂഹത്തിൽ ഉൾപ്പെടുന്ന ഒന്നാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കത് കണ്ടെത്താൻ കഴിയുന്നില്ല. ഞാൻ ബനാറസിലേക്ക് പോയിരുന്നു. I have been to ബനാറസ്, രാമേശ്വർ, ഗോകർൺ, ഹരിദ്വാർ, ഗയ ആൻഡ് കേദർനാഥ്. ഇവിടെയെല്ലാം ഞാൻ പോയി നിന്നിട്ടുണ്ട്. എല്ലാ പുണ്യ സ്ഥലങ്ങളിലും ഞാൻ പോയി നിന്നിട്ടുണ്ട്. എന്നിരുന്നാലും എനിക്ക് അപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഞാൻ എന്തിൽ ഉൾപ്പെടുന്നു, ഞാൻ ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഞാൻ ഏതിൽ പെടുന്നതാണെന്ന് എനിക്ക് ഒരിക്കലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ ആകെ കൂടി പോകാതിരുന്നത് തിരുപ്പതിയിലാണ്. കാരണം എനിക്കെൻ്റെ കഴുത്തിൻ്റെ അവിടെയുള്ള ഹെയർ, രോമം, അതെനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് മാത്രം ഞാൻ തിരുപ്പതിയിലേക്ക് പോയില്ല. ബാക്കി എല്ലായിടത്തും ഞാൻ പോയി അന്വേഷിച്ചിട്ടുണ്ട്, ആരെയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് സൊസൈറ്റിയിലേക്കാണ് ഞാൻ പോകേണ്ടത് എന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭാഗവത ചോദിക്കുന്നുണ്ട്, വൈ ഡോണ്ട് യു ഗോ ടു ദ കാളി ഓഫ് മൗണ്ട് ചിത്രകൂട്ട്, നിനക്ക് അവിടേക്ക് പോയിക്കൂടെ? അത് കഴിഞ്ഞ ശേഷം ഭാഗവത പറയുന്നുണ്ട്, മേ ഗോഡ് ഗ്രാൻഡ് യു സക്സസ് ഇൻ യുവർ ക്വസ്റ്റ് ഫോർ കംപ്ലീറ്റ്നെസ്. നോക്കൂ, നമ്മുടെ വർക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷെ പല കാര്യങ്ങളും നമ്മൾക്കിപ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്.
അതായത് ഐഡൻറ്റിറ്റി ക്രൈസിസ് അല്ലെങ്കിൽ ക്വസ്റ്റ് ഫോർ കംപ്ലീറ്റ്നെസ്, ഇതെല്ലാം തന്നെയും ഇവർക്കിൽ ഗിരീഷ് കർണാട് പറയുന്നുണ്ടാകാം എന്നുള്ളൊരു, അല്ലെങ്കിൽ പറയുന്നുണ്ട് എന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് വേണം ഇനി അങ്ങോട്ട് പറയുന്നത് കേൾക്കാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ നരേറ്ററായിട്ടുള്ള ഭാഗവത പാടാൻ തുടങ്ങണം. ഹി സ്റ്റാർട്ട്സ് ടു സിങ് അബൌട്ട് ദ സ്റ്റോറി ഓഫ് ടു ഫ്രണ്ട്സ്. അതിൻ്റെ കൂടെ ഫീമെയിൽ കോറസും വന്ന് പാടുന്നുണ്ട്. വൈ ഷുഡ് എനി വൺ ലവ് ഓൺലി വൺ പേഴ്സൺ ഇൻ ദിസ് വേൾഡ്? എന്തുകൊണ്ട് ഒരാൾക്ക് ഒരാളെ മാത്രം സ്നേഹിക്കാൻ പറ്റുമോ? വൈ ഷുഡ് എനി വൺസ് ലവ് ബി കൺഫൈൻഡ് ടു എ സിംഗിൾ പേഴ്സൺ? അതിൽ കൂടുതലാകാൻ കഴിയില്ലേ? ഇതാണ് അവർ പാടിത്തുടങ്ങുന്നത്. ആൻഡ് ഫീമെയിൽ കോറസ് ആക്ച്വലി അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഗ്രീക്ക് എലമെൻ്റ് ആണ് കേട്ടോ. അത് ഒരു ഗ്രീക്ക് എലമെൻ്റ് ആയിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തത്, ഇതിൻ്റെ യൂസേജ്. പക്ഷേ ഒബ്വിയസ്ലി ഗിരീഷ് കർണാട് ഹാഡ് എ ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഓഫ് മോഡേൺ ഓർ വെസ്റ്റേൺ റൈറ്റിംഗ്. അതിൻ്റെയൊക്കെയും പലരുടെയും ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ അങ്ങനെയാണ് ഈ വക എലമെൻസൊക്കെയും അദ്ദേഹം തൻ്റെ വർക്കിലേക്ക് കൊണ്ടുവരുന്നത്. ഇനി നമ്മൾ കപിലേനെയും ദേവദത്തേനെയും പരിചയപ്പെടാം. കപില ദേവദത്തനോട് ചോദിക്കുന്നുണ്ട്, ദേവദത്ത, വൈ ഡിഡ്ന്റ് യു കം ടു ജിംനേഷ്യം യെസ്റ്റർഡേ? എന്തുകൊണ്ട് നീ ജിംനേഷ്യത്തിൽ വന്നില്ല? അപ്പോൾ ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് കപില ആക്ച്വലി തൻ്റെ ഫിസിക്കിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. തൻ്റെ ശരീര സൗന്ദര്യത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണെന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലാക്കാം. അത് കഴിഞ്ഞ ശേഷം കപില ചോദിക്കുന്നുണ്ട്, ഹു ഇസ് ദിസ് ഗേൾ ദാറ്റ് യു ആർ തിങ്കിങ് ഓഫ്? ഐ ഹാവ് സീൻ യു ഫോൾ ഇൻ ലവ് 15 times ഡ്യൂറിങ് ദി ലാസ്റ്റ് 2 years. ആ ഏത് പെൺകുട്ടിയാണ് ഇപ്പം നിൻ്റെ മനസ്സിലുള്ളത്? ആരാണ്? ആക്ച്വലി ഞാൻ നിന്നെ ഈ 2 വർഷത്തിനുള്ളിൽ 15 തവണയോളം നീ പ്രണയത്തിൽ അകപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാകുന്നു. അതാണ് ഞാൻ ചോദിക്കുന്നത്. പറയൂ, ആരാണ് ആ പെൺകുട്ടി എന്ന്. അപ്പോൾ ദേവദത്ത അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. ദ ശ്യാമനായിക, ബോൺ ഓഫ് കാളിദാസാസ് മാജിക് ഡിസ്ക്രിപ്ഷൻ. തനിക്ക് പ്രിയപ്പെട്ടവളെ അല്ലെങ്കിൽ തനിക്ക് സ്നേഹം തോന്നിയ ആ സ്ത്രീയെ അഭിസംബോധന ചെയ്യുന്നത് ശ്യാമനായിക എന്ന് പറഞ്ഞിട്ടാണ് ദേവദത്ത. ഇഫ് ഷീ വുഡ് ഓൺലി അഗ്രി ടു ബി എൻ ഇൻസ്പിറേഷൻ ഫോർ മൈ പോയട്രി, I would become a better poet than കാളിദാസ. ഇവൾ എൻ്റെ പോയട്രിക്ക് ഇൻസ്പിറേഷനായി മാറിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്പിറേഷനായിരുന്നെങ്കിൽ കാളിദാസനേക്കാളും മനോഹരമായി ഞാൻ എഴുതുമായിരുന്നു. എത്രയോ പ്രണയപരവശനായി നിൽക്കുന്ന ദേവദത്തേനെയാണ് നമ്മൾക്കിവിടെ കാണാൻ കഴിയുന്നത്, അല്ലേ? അദ്ദേഹം തുടരുന്നുണ്ട്, ഇഫ് ഐ എവർ ഗെറ്റ് ദിസ് ഗേൾ ആസ് മൈ വൈഫ്, I will sacrifice my head to Lord Rudra. ഈ പെൺകുട്ടിയെ എൻ്റെ ഭാര്യയായിട്ട്, എൻ്റെ പകുതിയായിട്ട് എനിക്ക് കിട്ടുമെങ്കിൽ ഞാൻ എൻ്റെ തല പോലും, എൻ്റെ ശിരസ് പോലും ലോർഡ് രുദ്രയ്ക്ക് അർപ്പിക്കാൻ തയ്യാറാണ്. അപ്പോൾ കപില തൻ്റെ സുഹൃത്തിനോട് പറയുന്നുണ്ട്, that forget sacrificing your arms and head. This job doesn't require the blessings of either Kali or Rudra. അപ്പോൾ ദേവദത്ത പറയാണ്, should I have trusted him with this task? He may ruin my chances എന്ന്. അതായത് അതിന് മുൻപ് ഒരു ചെറിയൊരു ഭാഗമുണ്ട്. കപിലയും ദേവദത്തയും കൂടിയിട്ട് പത്മിനിയുടെ വീടിന് മുന്നിൽ നിൽക്കാണ്. ആൻഡ് അവിടെ വെച്ചിട്ട് കപില പറയാണ്, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഒന്നുകൊണ്ടും നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, നീ ഒന്നും സാക്രിഫൈസ് ഒന്നും ചെയ്യണ്ട, ആ ചിന്തയെ വിട്ടേക്കൂ, ഞാൻ ഇത് ശരിയാക്കി തരാം, അല്ലെങ്കിൽ ഞാൻ പോയി സംസാരിക്കട്ടെ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ കപില ഉള്ളിലേക്ക് കയറിപ്പോയി. ദേവദത്ത അപ്പോൾ വിചാരിക്കുകയാണ്, ഷുഡ് ഐ ഹാവ് ട്രസ്റ്റഡ് ഹിം വിത്ത് ദിസ് ടാസ്ക്? Maybe he would have ruined my chances. അപ്പോൾ നമ്മൾ ഇതിനു മുൻപ് നമ്മൾക്കറിയാം ഇവരുടെ റിലേഷൻഷിപ്പിനെ നമ്മൾ എന്തിനോടാണ് കമ്പയർ ചെയ്തത്. എത്രത്തോളം ക്ലോസ് ആയിട്ട് നിൽക്കുന്ന 2 സുഹൃത്തുക്കളാണ്. അവരുടെ റിലേഷൻഷിപ്പ് നമ്മൾ കമ്പയർ ചെയ്തത് രാമനും ലക്ഷ്മണനോടുമാണ്, ലവകുശന്മാരോടാണ്. അപ്പോൾ അങ്ങനെയുള്ള അത്രയും സൗഹൃദത്തിൻ്റെ ഒരു വിള്ളൽ വരുന്നത് നമ്മൾക്ക് ആദ്യമായി കാണുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് അതിൻ്റെ ഹിൻഡ് തരുന്നത് ഈ ഒരു സെൻറ്റൻസിലൂടെയാണ്. ദേവദത്തയുടെ സെൻറ്റൻസാണ്, വേർഡ്സാണ്. ഷുഡ് ഐ ഹാവ് ട്രസ്റ്റഡ് ഹിം വിത്ത് ദിസ് ടാസ്ക്? ഹി മേ റൂയിൻ മൈ ചാൻസസ് എന്ന്.
കപില ഇതേ സമയം പത്മിനീനെ കണ്ടിട്ട് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം സത്യമായിട്ടും ഇത്രയും സൗന്ദര്യം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പത്മിനിയിൽ. വളരെയധികം അട്രാക്റ്റഡായി പത്മിനിയോട്. ആര്? കപില പറയുന്നുണ്ട്, ഷീ ഈസ് ദ കോമ്പിനേഷൻ ഓഫ് യക്ഷിണി, ശകുന്തള, ഉർവശി ആൻഡ് ഇന്ദുമതി. അത്രത്തോളം സൗന്ദര്യമാണ് പത്മിനിക്കുള്ളതെന്ന്. കപിലയുടെ മനസ്സ് എവിടെയോ ഒരു ചാഞ്ചാട്ടം നമുക്ക് തോന്നും. മെസ്സേജ് റീഡർ നമ്മൾക്ക് മനസ്സിലാവും അതിപ്പോൾ. പക്ഷേ അദ്ദേഹം അത് പ്രകടിപ്പിക്കുന്നില്ല, സുഹൃത്തിൻ്റെ അടുത്ത് പ്രകടിപ്പിക്കുന്നില്ല. അതിനുശേഷം നമ്മൾക്ക് കാണാൻ കഴിയുന്നത് കപില സ്വയം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അതായത് ഷീ ഈസ് നോട്ട് മെൻ ഫോർ സമർ ലൈക്ക് യു, ഷീ റിക്വയർസ് എ സ്ട്രോങ് പേഴ്സൺ. അത് മനസ്സിൽ വിചാരിക്കുന്ന കാര്യമാണ്. അവൾക്ക് നിന്നെപ്പോലുള്ള ഒരാളല്ല ചേരാം. അവൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പാർട്ട്ണറെയാണ് ആവശ്യം. അതാണ് അവൾക്ക് ചേർച്ച എന്ന് കപില ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പക്ഷെ പതിയെ പത്മിനിയുടെയും ഇവരുടെ കല്യാണം കഴിയാണ്. ദേവദത്തയുടെയും പത്മിനിയുടെയും വിവാഹം കഴിയാണ്. അതായത് പ്രഗ്നൻ്റ് ആവുന്നുണ്ട് പിന്നീട് പത്മിനി. പക്ഷെ പല തരത്തിലും ആശ്വാസങ്ങൾ എല്ലാം എന്താ പറയുക അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. കാരണം പത്മിനി എവിടേക്കോ കപിലയോട് വളരെയധികം അട്രാക്റ്റഡായി നിൽക്കുന്നതായിട്ട് റീഡേഴ്സിന് തോന്നും. ഇത് തന്നെ നമ്മൾക്ക് പലയിടത്തും കാണാൻ കഴിയുന്നുണ്ട്. ദേവദത്ത ഒരു പ്രാവശ്യം പറയുന്നത് നമ്മൾക്ക് കാണാം, യു കീപ് ടോക്കിംഗ് ഓഫ് കപില ഓൾ ഡേ, യു കെപ്റ്റ് സർക്ലിംഗ് ഹെർ അറ്ററിങ് കപില കപില കപില. അപ്പോൾ ദേവദത്തയ്ക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്. വളരെയധികം വിഷമത്തോടു കൂടിയാണ് പറയുന്നത്, ദേവദത്ത നീ എപ്പോഴും കപിലയുടെ ചുറ്റുമാണ്, കപില 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 എന്ന് മാത്രമേ നിൻ്റെ വായിൽ നിന്ന് വരുന്നുള്ളൂ. എന്തെങ്കിലും ഞാൻ കേൾക്കുന്നുണ്ടെങ്കിൽ അത് കപിലയുടെ പേര് മാത്രമാണ്. അപ്പോൾ പത്മിനി പറയുന്നുണ്ട്, പത്മിനി ഇത് കേട്ടിട്ട് അങ്ങനെ തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതായത് എനിക്കറിയില്ല നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത്. ഐ ഡോണ്ട് നോ ഹൗ യു ആർ ഗോയിങ് ടു ഫേസ് ലൈഫ്. ഇത്രയും ചെറിയ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഇത്രയും വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണ്? ഞാനൊരു ഡിവോട്ടഡ് വൈഫാണ്. ഐ ആം എ ഡിവോട്ടഡ് വൈഫ് ആൻഡ് യു ആർ ലൈക്ക് ഗോഡ് ടു മീ. ഞാൻ വളരെയധികം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ സ്നേഹം ആത്മാർത്ഥമാണ്. ഞാൻ നിങ്ങളെ ദൈവതുല്യനായിട്ടാണ് കാണുന്നത്. ആ നിങ്ങളാണ് ഞാൻ കപില എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയധികം ഇൻസെക്യൂരിറ്റി വരുന്നത് എന്തുകൊണ്ട്? ഞാൻ വളരെ ഡിവോട്ടഡ് ആയിട്ടുള്ളൊരു ഭാര്യയാണ്. നമ്മൾക്ക് ഇനി കാണാൻ കഴിയുന്നത് ഉജ്ജയിൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള യാത്രയുടെ മുന്നൊരുക്കങ്ങളാണ്. അപ്പോൾ ദേവദത്തയ്ക്ക് പോകണമെന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു തോട്ട് ഇല്ല. കാരണം കപില അക്കോമ്പനി ചെയ്യുമെന്നുള്ളത് ദേവദത്തേനെ ഈ യാത്രയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു ഫാക്ടറായി മാറാണ്. അപ്പോൾ അത് പത്മിനിയോട് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. അതായത് കപില കൂടെ ഉള്ളതിനാൽ നമുക്ക് യാത്ര മുടക്കാം, നമുക്ക് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല എന്ന് പറയാണ് പത്മിനിയുടെ അടുത്ത്. അപ്പോൾ പത്മിനി ആശ്വസിപ്പിക്കാൻ എന്നോണം പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് കപിലനോട് പറഞ്ഞാൽ പോരെ, അതായത് താങ്കൾ കൂടെ വരണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് മാറ്റി നിർത്താവുന്നതല്ലേ ഉള്ളൂ കപിലനെ, അതിന് എന്തിനാണ് യാത്ര നമ്മൾ മുടക്കുന്നത് എന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് ദേവദത്ത സമ്മതിക്കുന്നുണ്ട്. പക്ഷേ but when Kabila comes, she turns the plate. പക്ഷെ കപില വരുന്ന സമയത്ത് പത്മിനി ഈ പറഞ്ഞു വെച്ചിരുന്നത് പോലെ ഒന്നല്ല ആക്ട് ചെയ്യുന്നത്. അവളുടെ ആക്ഷൻസ് വളരെയധികം കോൺട്രഡിക്റ്റിംഗ് ആണ്. അപ്പോൾ അതിന് പത്മിനി പറയുന്നുണ്ട്, poor boy, he looked so sad and disappointed that I couldn't bear to see it. അതായത് നമ്മൾക്ക് യാത്ര മുടക്കാം എന്നുള്ളൊരു ചിന്ത പോലും അവനെ അത്രയധികം വിഷമിപ്പിക്കുന്നുണ്ട്. ആരെ? കപിലേനെ. അത് എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല. എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് അവൻ്റെ വിഷമിച്ച് നിൽക്കുന്ന മുഖം. അതുകൊണ്ട് എനിക്ക് അവനോട് അങ്ങനെ ഒരു കാര്യം അവതരിപ്പിക്കാൻ പറ്റിയില്ല എന്ന് പത്മിനി പറയാം. അപ്പോൾ ദേവദത്ത തിരികെ ചോദിക്കുന്നുണ്ട്, വാട്ട് അബൌട്ട് മൈ ഡിസപ്പോയിൻമെൻറ്റ്? നിനക്ക് അവൻ ഡിസപ്പോയിൻറ്റഡ് ആവുന്നത് കാണാൻ കഴിയുന്നില്ലെങ്കിൽ അപ്പം എൻ്റെ ഡിസപ്പോയിൻമെൻറ്റ് അതെന്തുകൊണ്ട് നീ മനസ്സിലാക്കുന്നില്ല? അതിന് ഞാൻ എന്ത് ചെയ്യണം? പത്മിനി പറയുന്നുണ്ട്, you drive the cart so well. Your hands don't even move. I thought we were just floating. ഇത് പത്മിനി
ഇതിനു മുൻപ് അവർ യാത്ര അവസാനം തുടങ്ങാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. കാരണം ഓൾറെഡി ഇപ്പോൾ ഇനി ഒന്നും ചെയ്യാനില്ല, കപിലേനോട് നമ്മൾ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ യാത്ര അവർ തുടങ്ങാണ്. ഈ സമയത്ത് കപിലയാണ് വണ്ടി ഓടിക്കുന്നത്, കാട്ട് ഓടിക്കുന്നത് കപിലയാണ്. ഇത് കണ്ടിട്ട് പത്മിനി വളരെയധികം സന്തുഷ്ടവതിയായിട്ട് പറയാണ്, നീ നന്നായി ഓടിക്കുന്നുണ്ട്, ഞാൻ നിൻ്റെ ഹാൻഡ്സ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ കൈകൾ മൂവ് ചെയ്യുന്നത് കൂടിയില്ല, അത് ചലനം പോലും നമ്മൾക്ക് കാണാൻ കഴിയുന്നില്ല, പക്ഷെ എത്ര മനോഹരമായിട്ടാണ് നീ ഇത് ഓടിക്കുന്നത്. അപ്പോൾ അത്രത്തോളം പ്രേസ് ചെയ്യാണ് ആരെ, കപിലേനെ, പത്മിനി. ദേവദത്ത വളരെയധികം ഹൊറിബിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഈ സമയങ്ങളിലൊക്കെ. കാരണം പത്മിനി കപിലേനെ പുകഴ്ത്തി പറയുന്നതോടൊപ്പം തന്നെ ദേവദത്തയുടെ ഡ്രൈവിംഗ് സ്കിൽസിനെ വളരെയധികം ഇകഴ്ത്തി സംസാരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ദേവദത്തയ്ക്ക് അത് വളരെയധികം ഹേർട്ട്ഫുള്ളായി ഫീൽ ചെയ്യുന്നു. ഇതിന് ശേഷം നമ്മൾ വേറൊരു റെഫറൻസ് ഉണ്ട്, ഫോർച്യൂൺ ലേഡീസ് ഫ്ലവർ എന്ന് പറയുന്നത്. അതായത് ഫോർച്യൂൺ ലേഡീസ് ഫ്ലവർ എന്ന് പറയുന്ന ഒരു ഫ്ലവർ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പത്മിനി. അതിന് വേണ്ടിയിട്ട് കപിലയാണ് മുന്നിട്ട് ഇറങ്ങുന്നത്. അപ്പം അങ്ങനത്തെ കുറച്ച് സീക്വൻസും കൂടി ഉണ്ട് ഇതിൽ. അതായത് ഈ പുഷ്പം അത് കണ്ടിട്ട് പത്മിനിക്ക് അത് വേണമെന്ന് വളരെയധികം ആഗ്രഹം തോന്നാണ്, അതിയായ ആഗ്രഹം തോന്നാണ്. ആൻഡ് കപില ഇസ് ദ വൺ ഹൂ ഇസ് ഡൂയിങ് ദാറ്റ് ഫോർ ഹർ. കപില മരം കയറി ആ പുഷ്പം പറിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ പത്മിനി ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഹൗ ഹി ക്ലൈംബ്സ് ദ ട്രീ ലൈക്ക് എ മങ്കി. അത്രത്തോളം, അതായത് കുരങ്ങന്മാർ മരം കയറുന്നത് കണ്ടിട്ടില്ല, അത്രത്തോളം ചടുലമായിട്ടാണ്, അത്രത്തോളം അനായാസമാണ് അവരുടെ മൂവ്മെൻറ്റ്. അതുപോലെയാണ് കപില ഈ മരം കയറുന്നത്. അതും തനിക്ക് വേണ്ടിയിട്ടാണ്, തനിക്ക് വേണ്ടി പൂ പറിക്കാൻ വേണ്ടിയിട്ടാണ് കപില ഇത്രയധികം സാഹസം ചെയ്യുന്നത്. അപ്പോൾ പത്മിനി വളരെയധികം എഡോർ ചെയ്യുന്നുണ്ട്. ബിഫോർ ഐ കുഡ് ഈവൻ സേ യെസ്, ഹി ടുക്ക് ഓഫ് ഹിസ് ഷർട്ട്, pulled up his dhoti and climbed up the tree to pluck the flower for me. What a heavenly physique! Such a broad back like an ocean with muscles rippling like waves on the surface, and that narrow waist of a woman which seems so vulnerable. അപ്പോൾ ഇവിടെ പത്മിനി കപിലയുടെ ഫിസിക്ക് കണ്ടിട്ട് അത്രത്തോളം ആരാധനയോടുകൂടി നോക്കി നിൽക്കുകയാണ്. അവൾ അറിയാതെ തന്നെ മനസ്സിൽ കപിലേനെ പറ്റിയിട്ടുള്ള ചിന്തകളാണ് വന്ന് നിറയുന്നത്. ദേവദത്ത can't ignore the fact that Padmini is being stuck while watching Kapila. ദേവദത്തയ്ക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്, പത്മിനിക്ക് കപിലയുടെ ശരീരത്തിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിയുന്നില്ല. ഷീ stuck with that scene, that vision. ഇവിടെ ദേവദത്ത പറയുന്നുണ്ട്, why should I blame my wife? Even I was so ignorant of his physique. ഇവിടെ ദേവദത്ത എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് എൻ്റെ ഭാര്യയെ കുറ്റം പറയുന്നത് എന്തിനാണ്? അതായത് ഞാൻ പോലും കപിലയുടെ ഈ ഫിസിക്ക് ഇത്രയും കാലം ഇഗ്നോറൻ്റായി നിൽക്കായിരുന്നു. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫിസിക്ക് കപിലയ്ക്ക് ഉണ്ടോ എന്നുള്ളത് എനിക്ക് പോലും ഇഗ്നോറൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. I never looked this much, I never seen this much passion in her eyes. ഇതാരാണ് പറയുന്നത്? ദേവദത്തയാണ് പറയുന്നത്. And now that I see passion and desire leaping from her eyes. Look at that yellow flames of passion in her eyes. ഈ പാഷൻ ഇതൊരിക്കലും എനിക്ക് വേണ്ടിയിട്ട് അവളുടെ കണ്ണിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും എനിക്ക് വേണ്ടിയല്ല, അത് കപിലയ്ക്ക് വേണ്ടിയാണ്. ഇതേ സമയം പത്മിനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, how long can I continue looking at Kapila? If Devadatta notices, like ദേവദത്ത നോട്ടീസ് ചെയ്യണില്ല, അത് വളരെ വലിയ പ്രശ്നമാകുമെന്ന് പത്മിനിക്കറിയാം. അപ്പോൾ പത്മിനി വിചാരിക്കുകയാണ്, എനിക്കിത് കൂടുതൽ നേരം കപിലേനെ നോക്കി നിൽക്കാൻ കഴിയില്ല, കാരണം ദേവദത്ത അത് ശ്രദ്ധിക്കും. ആൻഡ് വെൻ their eyes met, both had looked away. അവരുടെ കണ്ണുകൾ കൂട്ടിമുട്ടിയപ്പോൾ, ആരുടെ, ദേവദത്തയും പത്മിനിയും പരസ്പരം നോക്കിയപ്പോൾ അവർക്ക് കണ്ണിൽ നോക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. അവരൊരിക്കലും ഈ ഒരു മൂമെൻറ്റ് പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ they looked away. Instantly they looked away. രണ്ടുപേരും അകലേക്ക് നോക്കി. അവരെങ്ങനെ അകലങ്ങളിലേക്ക് നോക്കി നിന്നോട്ടെ. തൽക്കാലം നമുക്ക് നമ്മുടെ ക്ലാസ് ഇവിടെ നിർത്താം. We will possibly continue our lecture in the next video. Thank you and have a nice day.